നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന നമ്മളെ കൃഷ്ണപ്പരുന്ത് വർഗത്തിൽപ്പെട്ട കൃഷ്ണപ്പരുന്ത്, അതേപോലെ തന്നെ ഈഗിൾസ് മൊത്തം, ഈഗിൾ എന്ന് പറയും മൊത്തത്തിന്. പക്ഷെ അതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഒക്കെ. ഇതില്ല ഇപ്പൊ കാണുന്നതല്ലേ പെസന്റ് എന്ന് പറഞ്ഞ ഒരു ബേർഡ്സ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബേർഡ്സ് ആട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള കാണാനൊക്കെ. ഇപ്പൊ ഇവറ്റിൽ ഈ രാവിലെ സമയമായതുകൊണ്ട് പിന്നെ എന്താ പറയാ ഒക്കെ റെസ്റ്റിംഗ് ടൈമാണ്. ഫെസന്റ് സൂപ്പർ. ഇതാണ് ഈ പെസന്റിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഈ മെയിലും ഫീമെയിലും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇത് ഈ കൂടുതൽ ഭംഗിയുള്ളതാണ് ആണ് തോന്നുന്നുണ്ട്. പിന്നെ ആ കാണുന്നതാണ് ആണ്. ഇപ്പൊ ഈ കാണുന്നതാണ് ആണ് കേട്ടോ. നല്ല നല്ല ഭംഗി. പൊതുവേ നമുക്ക് ആൺവർഗം മുഴുവൻ ഭംഗിയുള്ളതാണല്ലോ. അപ്പൊ അത് തന്നെ ഉണ്ട് കുറെ കളേഴ്സ്. നോക്കി എത്ര കളറുകളാണ് അതിൽ ആഡ് ആയിട്ടിരിക്കണേ. പിന്നെ പെസന്റിന്റെ ഇത് മേ ബി ഇത് ഫീമെയിൽ ആയിരിക്കും കേട്ടോ. ഈ കാണുന്നത് ഫീമെയിൽ ആണ് തോന്നുന്നുണ്ട്. എടാ സൂ കാണുന്നതാണ് ഇതിന്റെ മെയിൽ അല്ല ഫീമെയിൽ കേട്ടോ. ഇത് മെക്കാവോ ബ്ലൂ ഗോൾഡൻ മെക്കാവോ. ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഏരിയ മുഴുവനും മെക്കാവോന്റെ ഗ്രീന് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. കാണുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊരു സാധനം നോക്കിയാൽ ഒരു അടിപൊളി ഒരു സാധനം. റെഡ് ബ്ലൂ യെല്ലോ 3 കളേഴ്സ് ആയിട്ട് എന്ത് ഭംഗിയാറെ കാണാന്. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആയ ഫുഡ്, നല്ല താമസ സൗകര്യം, നല്ല അടിപൊളി എല്ലാം. ഇതൊരു കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഇതന്നെ നോക്കിയ ഒരു വെറൈറ്റി ആയിട്ട്. ഇതിപ്പന്മാര് വാലും കൊണ്ടൊക്കെയാണ് കേട്ടോ അവരെ ഫുഡ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ കാണുന്ന കുരങ്ങുള്ള ഒരു ഷേപ്പ് അല്ല, വാലുകൊണ്ടാണ് അവർ ഫുഡൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയേ. അപ്പൊ 4 കാലും പിന്നെ ആ വാലും കൊണ്ട് ഉപയോഗം ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇവിടെ മറ്റേ പുലി ഉണ്ട് കേട്ടോ. പുലിനെ കാണാൻ വേണ്ടിട്ടാ പോണത്. 2 അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം കാണാൻ പറ്റുന്നുള്ളത് അറിയുന്നില്ല. ആ കാണുന്നതാണ് അവിടെ കിടക്കാട്ടോ. ആള് റെസ്റ്റ് എടുക്കാണ് പുള്ളി. ആ ദൂരെ കിടക്കുന്നതാട്ടോ 2. മൃഗമാണ് കേട്ടോ. ഭയങ്കര വലിപ്പമുണ്ട്.
നല്ല ആരോഗ്യമുള്ള ആന കേട്ടോ. 3 പേരുണ്ട്. നല്ല അടിപൊളി, സൂപ്പർ. എന്താ പറഞ്ഞേ, സൂപ്പർ. ഇമാതിരി ഹൈറ്റ് നോക്കിയാ ഇന്നത്തെ വിശേഷങ്ങൾ ഇതായിരുന്നു. മൈസൂർ സൂവിലെ വിശേഷങ്ങളാണ് ഇത്ര നേരം നിങ്ങൾ എല്ലാവരും കണ്ടത്. എല്ലാവർക്കും മാക്സിമം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ദസറ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. പരമാവധി കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വിശേഷമായിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.